ഇതിന് രാജ്ഭവനിലെ പിന്നെ ഉപദേശമുണ്ട്. രാജ്ഭവനിൽ 2 കടുത്ത RSR അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 പേരുടെയും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 2 പേരും ഗവർണറെ ഉപദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ്, ഗവർണർക്ക് അറിയില്ലല്ലോ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞതിനൊക്കെ യേശുന്നില്ല. PMശ്രീ പദ്ധതി എന്താണെന്ന് ഈ പറഞ്ഞ കക്ഷി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. PMശ്രീ പദ്ധതിയിലല്ല ഒപ്പിടേണ്ടത്. കേന്ദ്രമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ NEP-യിൽ ഒപ്പിടണം എന്നുള്ള നിലയിൽ വരിക. അതിൻ്റെ ഭാഗമാണ് PMശ്രീയും വരുന്നത്. അല്ല അതാണെങ്കിലും അവർ വന്ന് പിന്നെ പറയട്ടെ. അല്ല അവർ 5 വരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകടനം നടത്തി അപമാനിക്കപ്പെടേണ്ട വല്ല കാര്യമുണ്ടായ സ്വയം ക്ഷീണിക്കപ്പെട്ടല്ലേ അവർ ചെയ്തത്. എന്നാൽ വിളിച്ചാലും ആ സമയത്ത് ചിലപ്പോൾ ആ സമയത്തൊക്കെ വിളിച്ചാൽ ആളെ കിട്ടിയില്ലെന്ന് വരും. കിട്ടിയാൽ ഈ 5 വരെ വെച്ചുകൊണ്ടുള്ള ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോണ സംഗതിയെങ്കിലും ഒഴിവാക്കണ്ടേ. എനിക്ക് പേടി പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി സ്പീഡിൽ പോവുകയല്ലേ. പോലീസിന് സ്വാഭാവികമായിട്ട് അവരുടെ കാര്യം അവർക്ക് നോക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു കൊച്ചു എല്ലാം പയ്യന്മാർ സെറ്റാണ്. എൻ്റെ മോൻ്റെ പ്രായമുള്ള സെറ്റുകളാണ്. വല്ല തട്ടേ മുട്ട ചെയ്താൽ അവരുടെ ഒരു നിവേദനം കൊണ്ട് തരട്ടെ. അവരെല്ലാം ഞാൻ ഇന്നിപ്പോൾ എപ്പോഴാണോ വാങ്ങിക്കാം, എന്താണ് അവരുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ നിവേദനം കൊണ്ട് തരട്ടെ. ഏതൊഴികെ ഒരു വനിതയ്ക്ക് പിന്നെ BJP-യുടെ RSSൻ്റെ കൊടിയും കൊടുത്ത് രാജ്ഭവനിൽ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഒഴികെ വേറെ ഏതാവശ്യത്തിൽ സംബന്ധിച്ചിടത്തോളം അവരൊരു പിന്നെ നിവേദനം കൊണ്ട് തരട്ടെ. ഈ കാണിക്കുന്നവർ ഞാൻ അവരോട് ചർച്ച ചെയ്ത് എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം, ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ് പരിഹരിക്കാം. നമ്മൾ വെറുതെ ഒരു വെള്ളത്തിൽ വരച്ചതുപോലെ ഒരു നിവേദനമോ ഒരു ആവശ്യമില്ലാതെ ഇത് കാണിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇടപെടണം. എനിക്ക് തോന്നുന്നു രാജ്ഭവനിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശമായിരിക്കും. ഇല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടവണ്ണമുള്ള കുട്ടികളെ കിട്ടിയിട്ടില്ല. ഇന്നലെ തമ്പാനൂർ നടന്നു, അങ്ങനെ തന്നെയാണ്. തമ്പാനൂർ സംഘർഷം നടന്നു, ശരി തന്നെ. മിനിസ്റ്ററെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഒരു സർക്കാർ സംവിധാനമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു തെരുവിലേക്ക് ഒരു സമരം ചെയ്യാൻ വരുന്ന ഒരു സംഘടനയെ ആക്രമിക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ മര്യാദയെ മിനിസ്റ്റർക്ക് തോന്നുന്നു. മിനിസ്റ്റർ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്, ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു സമരം ചെയ്യാൻ എത്തുന്ന ആൾക്കാരെ ബോധപൂർവം ആക്രമിക്കുക എന്ന് തോന്നുന്നത് അതൊരു ജനാധിപത്യമാണെന്ന് തോന്നുന്നുണ്ടോ? സമരം ചെയ്യാൻ വരുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്, വേറൊരു ആൾക്കാർ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലല്ലോ. ഞാൻ അവിടെ ട്രെയിനിൽ വന്നിറങ്ങി പോകുന്ന കാര്യം മാത്രമേ എനിക്കറിയാമല്ലോ. ഞാൻ പിന്നെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളാം. അവിടെ പിന്നെ വന്ന് നിന്ന ABP-ക്കാർ വളരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നു. അതിനെ തുടർന്ന് അവർ തമ്മിൽ സംഘർഷം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് സ്വാഭാവികമാണ്. പറയാതെ സമരം നടത്തുക, പ്രതിഷേധം നടത്തുക, അത് മനഃപൂർവ്വമുള്ള ഒരു കലാപം സൃഷ്ടിക്കാനല്ലേ ABVP മുതിരുന്നത്? അതങ്ങനെ തന്നെയാണ്, മനഃപൂർവ്വം. സാധാരണ നമ്മൾ സമരം നടത്തുമ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ലേ സമരം നടത്തുന്നത്. സമരം പ്രഖ്യാപിച്ച് സമരം നടത്തും. അതിനൊക്കെ ഒരു സംഘടന ഒരു സമരം നടത്തുമ്പോൾ അത്ര ക്ഷീണിച്ചു പോയാ ABVP-യും BJP-യും 7 പേര് വെച്ചും 10 പേര് വെച്ച് സമരം നടത്താൻ വേണ്ടി മാത്രം ക്ഷീണിച്ചു പോയോ? ഞാനിനി ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ ആളെ കൂട്ടി വേറെ സമരം നടത്താൻ വേണ്ടി വരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് സംസാരിക്കണമല്ലോ. അതങ്ങനെ ഉണ്ടായി. വഴുതിക്കാട് പിന്നെ നമ്മളെ മാറി വഴുതിക്കാട് ജംഗ്ഷനിൽ ഒന്ന് വേറെ പതാക എടുത്ത് വെച്ചിട്ടാണ് വന്നത്. വലിയ പിടിച്ച് ഒരു നല്ല ശക്തനായ ഒരു ABP-ക്കാരൻ പതാകയിൽ പിടിച്ച് കാറിൽ. അത് നമുക്ക് ഇത് നോക്കിയാൽ കാണാമല്ലോ.
ആളെണ്ണം കുറവാണ് ആണെങ്കിലും ശക്തനായ ABVP-കാരന്റെ പ്രതിഷേധത്തിൽ മന്ത്രിയുടെ വാഹനം തടയുമ്പോ ഈ പോലീസ് എന്നാകും കരുത്തമായ സുരക്ഷ ഒരുക്കിയില്ലായിരുന്നു വഴുതക്കാട് വെച്ച്. അല്ല, അവിടെ പോലീസിന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും ഒരു ഉപദ്രവം പാടില്ല. ശക്തനായെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു വാത്സല്യം കൊണ്ട് പറഞ്ഞതാ. അതിന് ഇനിയിപ്പോ പിന്നെ അവന്റെ ശക്തി കൊണ്ട് മാത്രം ഇത് സംഭവിച്ചെന്നുള്ള നിലയിൽ എടുക്കില്ല. അവിടെ നമ്മള് ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും പോലീസിന് ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്തും പോലീസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു പോലീസിനെയൊക്കെ നന്നായി ഉപദ്രവിച്ചാൽ രക്തമൊന്നും ഒഴുകുന്ന രൂപത്തിലല്ല, പിടിയും വലിയും കീഴടങ്ങാതെല്ല നന്നായിട്ട് ഉപദ്രവിച്ചു. ഇന്നും ഇപ്പൊ ഉണ്ടാവും. നമ്മളിപ്പം ഈ സമരത്തിന് ഞാനെതിരൊന്നുമില്ല. ഞാൻ പിന്നെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച മുതൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടും സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടും സമരം ചെയ്തും മർദ്ദനായിട്ട് വാങ്ങിയും കേസിൽ പ്രതിയായും അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ആ കുട്ടികളെ ചെയ്യുന്നതിൽ അതൊന്നും ഞാൻ എതിരില്ല. പക്ഷെ അതിനൊക്കെ ഒരു ന്യായനീതിയൊക്കെ വേണ്ടേ? ഒരാളുടെ ഒരു കാർ, ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ കാറ് പോകുന്നു, പിന്നെ എടുത്ത് കുറുക്കെ ചാടാനും മുദ്രാവാക്യം വിളിക്കാനും കരിങ്കൊടിയൊന്നും കാണിച്ചെന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ? അത് നേരത്തെ പ്രഖ്യാപിച്ചിരിക്കണ്ടേ? ഈ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ പിന്നെ ഗവർണർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ജനങ്ങളും വിദ്യാർത്ഥികളും അവർക്കെതിരെ എല്ലാവുള്ളൂ. ഇന്നലെ ഞാൻ ആ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, ഒരു സ്വയം പൂഴ്ത്തി പറയുന്നതല്ല, ഒരു പരിചയമില്ലാത്ത കൊച്ചുമക്കള്, കൊച്ചുകുട്ടികൾ 10-18-20 വയസ്സായ കുട്ടികളത്, അവരൊന്നും ഒരു അഭിനന്ദനം പറയുക, പിന്നെ അടുത്തൊന്ന് ഇരുന്നിട്ട് പോവുക, പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എല്ലാരും എതിരാണെന്ന് ഈ കാര്യത്തിൽ. ഇപ്പൊ ഞാനത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ എന്റെ വീട്ടിന്റെ മുന്നിൽ രാവിലെ വന്ന് രാവിലെ വരുന്നതിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കണ്ടാവരെ എണീറ്റ് ഇന്നലെ രാത്രി വളരെ വൈകിയായിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് വീടിന്റെ മുന്നിൽ ഈ യന്ത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിപ്പോ ഒന്നാം വാല്യം ഇറങ്ങിയല്ലോ, രണ്ടാം വാല്യം 3 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങും. അപ്പോഴേക്കും പരീക്ഷയുടെ ഭാഗമായിട്ട്, രണ്ടാം വാല്യം പരീക്ഷയുടെ ഭാഗമായിട്ട് അത് ഭരണഘടനയും ഇതെല്ലാം വരുമല്ലോ. ഗവൺമെന്റ് കുറച്ച് കൂടുതൽ ആളെ പഠിപ്പിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് രാജ്ഭവന് സ്വാഗതം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.